ഏതൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം തന്നെ എഴുതാറുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഹലോ വേൾഡ് പ്രോഗ്രാം എന്നുള്ളത്. കൺസോളിലേക്ക് ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതാറുള്ള ഒരു പ്രോഗ്രാമാണ് അത്. നമുക്കും ഇപ്പോൾ സി ഷാർപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതേ ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതാം. അങ്ങനെ സി ഷാർപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൺസോളിലേക്ക് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സി ഷാർപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും 2 മെത്തേഡ്സാണ് കൺസോളിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് കൺസോൾ എന്ന ക്ലാസിൻ്റെ റൈറ്റ് ലൈൻ എന്ന മെത്തേഡാണ്. രണ്ടാമത്തേത് കൺസോൾ എന്ന ക്ലാസിൻ്റെ റൈറ്റ് എന്ന മെത്തേഡാണ്. നമുക്ക് ഈ 2 മെത്തേഡിൻ്റെയും ഡിഫറൻസ് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൺസോൾ ആപ്ലിക്കേഷൻ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ program.cs എന്ന ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് console.WriteLine hello world എന്നുള്ളതാണ്. ശരി, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒന്ന് റൺ ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കൺസോളിൽ ഹലോ വേൾഡ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റൈറ്റ് ലൈൻ എന്ന മെത്തേഡിൻ്റെ വർക്കിംഗ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ Ctrl+C Ctrl+V ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം. അതിനുശേഷം ഇതേ പ്രോഗ്രാം ഞാൻ വീണ്ടും റൺ ചെയ്യുകയാണ്. നമുക്കറിയാം ഇപ്പോൾ കൺസോളിൽ 2 തവണ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് വരും. പക്ഷേ അതെങ്ങനെ വന്നു എന്നൊന്ന് ശ്രദ്ധിക്കുക. രണ്ടും സെപ്പറേറ്റ് ലൈൻസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റൈറ്റ് ലൈൻ എന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുതന്നെയാണ് console.WriteLineൻ്റെ മുകളിലേക്ക് നമുക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. റൈറ്റ്സ് ദ സ്പെസിഫൈഡ് സ്ട്രിംഗ് വാല്യൂ ഫോളോഡ് ബൈ ദ കറൻറ്റ് ലൈൻ ടെർമിനേറ്റർ ടു ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത ശേഷം ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ ഇതിൻ്റെ അവസാനത്തിലേക്ക് അപ്പൻഡ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് ലൈനിലായിരിക്കും വരുന്നത്. ശരി, അങ്ങനെയെങ്കിൽ എന്തിനാണ് നമ്മൾ console.write എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ console.write എന്ന് എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് വീണ്ടും റൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് 2 തവണ വന്നിട്ടുണ്ട്. പക്ഷേ അത് വന്നിരിക്കുന്നത് സെയിം ലൈനിലാണ്. അപ്പോൾ ഈ റൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ മുകളിലേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: റൈറ്റ്സ് ദ സ്പെസിഫൈഡ് സ്ട്രിംഗ് വാല്യൂ ടു ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം. അതായത് console.WriteLineൻ്റെ പോലെ ഈ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത ശേഷം ന്യൂ ലൈൻ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി അപ്പൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സി ഷാർപ്പിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കൺസോളിലേക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് console.WriteLine അതേപോലെ തന്നെ console.write എന്നീ മെത്തേഡുകളാണ്.